2 ദിവസം മുന്നേ ഞാൻ നമ്മുടെ കഴക്കൂട്ടം ഭാഗത്തു കൂടി യാത്ര ചെയ്തപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം എത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് നോക്കി. കാരണം പുതിയ ഹണ്ടർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ ആ പ്രോഡക്റ്റ് എങ്ങാനും വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. പക്ഷേ ഷോറൂം എത്തുന്നതിന് കുറച്ച് മുന്നേ നോക്കിയതുകൊണ്ടാണോ എന്നറിയത്തില്ല, പെട്ടെന്ന് തന്നെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വല്ലാണ്ടങ്ങ് അട്രാക്ട് ചെയ്തു. ഒരു ഓട്ടോറിക്ഷയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ തന്നെയാണ് ഇത്. നമ്മുടെ കഴക്കൂട്ടം വെട്ട് റോഡിൽ തന്നെ എംപയർ മോട്ടോഴ്സിന് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. AR മോട്ടോഴ്സ് എന്നാണ് ഈ ഒരു ഷോറൂമിൻ്റെ പേര്. കീറ്റോ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ റീറ്റെയിലറാണ് ഇവർ വന്നിട്ട്. ഇവിടെ അഷ്റഫ് സാറാണ് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത്. അദ്ദേഹത്തിൻ്റെ നമ്പർ കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എൻക്വയറിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വന്നിട്ട് കീറ്റോ ഇലക്ട്രിക്സ് എന്നുള്ള 3 വീലർ ഇലക്ട്രിക് ഓട്ടോറിക്ഷ മാനുഫാക്ചേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന 2 പ്രോഡക്റ്റാണ്. ഇതിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രൈലക്സും ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന വന്നിട്ട് ബൾക്കിയുമാണ്. ഇതിൽ ബൾക്കി വന്നിട്ട് നമ്മുടെ ഗുഡ്സ് ഗ്യാരേജസ് എല്ലാം തന്നെ കൊണ്ടുപോകുന്നതിന് കണക്കാക്കിയുള്ള ഒരു ഓട്ടോറിക്ഷയാണ്. രണ്ടാമത് ട്രൈലക്സ് എന്ന് പറയുന്നത് പാസഞ്ചർ ഓട്ടോറിക്ഷ ഇനത്തിൽപ്പെടുന്ന ഒരു വാഹനമാണ്. ഇതിൽ എന്നെ ഒത്തിരി അട്രാക്ട് ചെയ്ത വാഹനം ഈ ഒരു ട്രൈലക്സ് എന്ന വാഹനമാണ്. കാരണം ഞാൻ ആദ്യം കാണുന്നതും ഈ ട്രൈലക്സ് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഇറ്റ്സ് ഓസം. കാരണം ദൂരെ നിന്നാണ് ഞാൻ ഈ ഒരു വാഹനം ആദ്യം കാണുന്നത്. എന്നെ ഒത്തിരി അട്രാക്ട് ചെയ്തു. ആ ഒരു അട്രാക്ഷൻ കൊണ്ടാണ് ഈ ദിവസം ഞാനിന്ന് ഇവിടെ ഷൂട്ടിന് വേണ്ടി വന്നത് പോലും. കാരണം ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കോമൺ ആയി കഴിഞ്ഞു. ഓൾറെഡി കേരള ഓട്ടോമൊബൈൽസിൽ നിന്ന് ഇലക്ട്രിക് ഓട്ടോറിക്ഷ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിയാജിയോ ബ്രാൻഡിൽ നിന്നും ഇലക്ട്രിക് ഓട്ടോറിക്ഷ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്രയിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൈലക്സ് എന്ന ബ്രാൻഡിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ബ്രാൻഡുകളും ഇലക്ട്രിക് ഓട്ടോറിക്ഷ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ കാണാത്തൊരു യുണീക്ക് ഫ്രണ്ട് ഡിസൈൻ, അത് കണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ എന്താണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫ്രണ്ട് ഡിസൈനിൽ ഇത്ര സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ. കാരണം ഈ പറഞ്ഞ എല്ലാ ഇലക്ട്രിക് ഓട്ടോറിക്ഷയും റെഗുലർ ഓട്ടോറിക്ഷയുടെ ഡിസൈനിൽ വന്നപ്പോൾ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഒരു യുണീക്ക് ഡിസൈൻ കൊടുക്കാനായിട്ട് ഈ ഒരു ബ്രാൻഡിനെ കൊണ്ട് സാധിച്ചു. ആക്ച്വലി 2021 ഈ ഒരു പ്രോഡക്റ്റിന് ഓട്ടോ എക്സ്പോയിൽ ലോഞ്ച് ചെയ്യുന്നത്. അന്ന് ലോഞ്ച് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു ലക്ഷറി ഓട്ടോറിക്ഷ മാനുഫാക്ചറിങ് എന്നുള്ള രീതിയിലാണ്, ആ ഒരു കോൺസെപ്റ്റോട് കൂടിയാണ് ഈ ബ്രാൻഡ് തന്നെ ജനിക്കുന്നത്. ഏറെക്കുറെ ആ ഒരു ഫിലോസഫിയുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു. അതെന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടറാണ്. നമുക്ക് ആദ്യം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഇതൊരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൽ 5 kW ഇലക്ട്രിക് മോട്ടോർ കൊണ്ടാണ് ഈ ഒരു വാഹനം പ്രവർത്തിക്കുന്നത്. 7.8 kW ലിത്തിയം-അയൺ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് ഒരു 100 to 115 കിലോമീറ്റേഴ്സ് വരെ ഒരു സിംഗിൾ ചാർജിൽ റേഞ്ച് കിട്ടുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സർട്ടിഫൈഡ് ആണ് ഞാൻ ഈ പറഞ്ഞ 100 to 115 എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. 2 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. അതുപോലെ തന്നെ റിവേഴ്സും ഫോർവേഡും എന്നുള്ള രീതിയിലാണ് ഗിയർ സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗിയർ സിസ്റ്റം എന്ന് പറയാനായിട്ടില്ല, ആക്ച്വലി ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഡ്രൈവ് മോഡ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിനൊരു 30 ഡിഗ്രി വരെ ഗ്രേഡബിലിറ്റി, അതായത് കയറ്റം ഒരു 30 ഡിഗ്രി വരെയുള്ള കയറ്റത്തിൽ ഇത് അനായാസം കയറി പോകുന്ന രീതിയിലൊരു മോട്ടോറാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ടോപ്പ് സ്പീഡ് വന്നിട്ട് 45 km/h ആണ്. ആക്ച്വലി ഒരു 3 വീലറിൻ്റെ മാക്സിമം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പീഡ് എന്ന് പറയുന്നതും 45 തന്നെയാണ്. അപ്പോൾ അതെന്തായാലും ആ ഒരു റേഞ്ചിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ചൊരു ഡീറ്റെയിൽ ആയി തന്നെ ഈ ഓട്ടോറിക്ഷയെ ഒന്ന് പരിചയപ്പെടാം. ഫ്രണ്ട് ഡിസൈനിൽ നോക്കുമ്പോൾ തന്നെ പറയാം, ഇത് ആക്ച്വലി നോർമൽ ഒരു ഓട്ടോറിക്ഷയിൽ കാണുന്ന പോലെയല്ല, കുറേ കൂടി ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നോർമൽ ഓട്ടോറിക്ഷയുടെ ഈ ഒരു പില്ലേഴ്സ് എല്ലാം തന്നെ വളരെ സ്ലീക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ബ്രോഡായിട്ട് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഒരു ബോർഡർ, ബ്ലാക്ക് കളറിലൊരു ബോർഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ്സ് എല്ലാം തന്നെ നമ്മുടെ നോർമൽ ബൈക്സിലൊക്കെ കാണുന്ന പോലെ തന്നെ സെൻറ്റർ പോർഷനിലാണ് കാണപ്പെടുന്നത്. അത് നോർമൽ ബൾബ് തന്നെയാണ് വരുന്നത്. ആ ഒരു ബൾബും ഒരു ചെറിയ പാർക്ക് ലാമ്പ്സും അതിൽ കാണാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതും ഒത്തിരി എന്നെ ആശ്ചര്യപ്പെടുത്തിയത് ഇതിൻ്റെ ഫ്രണ്ട് ഫോക്സ് ആണ്. നമ്മുടെ ഓട്ടോറിക്ഷയുടെ ഫോക്സുമായിട്ട് ഇതിനെ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു 2 വീലർ, ഒരു അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, പവർഫുൾ ബൈക്സിലൊക്കെ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല വലിയ ഫ്രണ്ട് ഫോക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനേക്കാളും ഒക്കെ അട്രാക്ട് ചെയ്ത മറ്റൊരു കാര്യം, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈവൻ അതിൻ്റെ ടയർ പ്രൊഫൈൽ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടയർ പ്രൊഫൈൽ ഒന്ന് നോക്കി പറയാം. ഇതിൻ്റെ ടയർ പ്രൊഫൈൽ വന്നിട്ട് 145 സെക്ഷൻ 80 R13 ആണ്. 13 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത്. 145 mm വിട്ട് വരുന്ന ഒരു ടയറാണ്.
അതും നോർമൽ ഓട്ടോറിക്ഷയായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാറിൻ്റെ ടയറിൻ്റെ അത്രയും വിട്ടോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അത്രയും യാത്രാസുഖം എന്തായാലും ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. വൈപ്പർ ബ്ലൈഡും എനിക്ക് ആക്ച്വലി ഇതെൻ്റെ ക്വിഡിനെ ഒരു റിസംബ്ലൻസ് ആയിട്ട് ഫീൽ ചെയ്തു. ക്വിഡിലും ഇത്തരത്തിലൊരു 2 ബീം വന്നിട്ടാണ് വൈപ്പർ ബ്ലൈഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. മിറേഴ്സ് എല്ലാം തന്നെ നോർമൽ മിറേഴ്സ് ആണ്. സാധാരണ ഓട്ടോറിക്ഷയിലെ കാണുന്ന പോലത്തെ നോർമൽ മിറേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ കോക്പിറ്റിൽ ഒന്ന് കയറിയിട്ട് നോക്കാം അല്ലേ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ. ഞാൻ ജസ്റ്റ് ഇഗ്നീഷൻ ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. വാവ്, നമ്മുടെ സാധാരണ ബൈക്സിലൊക്കെ വരുന്ന പോലെ തന്നെ ഫുൾ ഡിജിറ്റൽ ആണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഓഡോമീറ്റർ റീഡിങ് കാണാനായിട്ട് പറ്റും. ദെൻ ഗിയർ റേഷ്യോ ഏതാണ്, ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണാം. ഇൻഡിക്കേറ്റേഴ്സിൻ്റെയൊക്കെ ലൈറ്റ്സ്, ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ വാർണിംഗ് ലൈറ്റ്, ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീം, ലോ ബീം, അതുപോലെ പാർക്കിംഗ് മോഡാണോ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നിന്ന് അറിയാൻ പറ്റും. അത്യാവശ്യം ഇൻഫർമേഷൻസ് എല്ലാം തന്നെ, ഒരു ഓട്ടോറിക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ത്രോട്ട് എല്ലാം തന്നെ നോക്കുന്ന സമയത്ത് ഇതൊരു എൻജിൻ കിൽ സ്വിച്ച് ആണ്, എൻജിൻ ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി നമ്മൾ തൊട്ട് മുന്നേ ഒരു ഇലക്ട്രിക്കൽ ബൈക്കിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് റിവോൾട്ടിലും ഇതുപോലൊരു ബട്ടൺ വരുന്നുണ്ടായിരുന്നു. ദെൻ ഈ കാണുന്നതിൻ്റെ ഒബ്വിയസ്ലി ഡ്രൈവ് മോഡ്സ് തന്നെ ആയിരിക്കാം. ഈ സൈഡിൽ പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ഒക്കെയാണ്. ഹൈ ബീം, ലോ ബീം ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഹെഡ് ലാമ്പ് ഓൺ ആൻഡ് ഓഫ് ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ഹോൺ, അടിപൊളി, ഒരു വെറൈറ്റി ഹോൺ തന്നെയാണ്. പിന്നെ ഇതിന് താഴെയായിട്ടാണ് ഫോർവേഡ് ആണോ, ന്യൂട്രൽ ആണോ, റിവേഴ്സ് ആണോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റുന്നത്. റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ബാക്കിൽ വാർണിംഗ് സൈനോട് കൂടി നമുക്കൊരു ബീപ്പ് സൗണ്ട് കൂടി കേൾക്കുന്നതായിരിക്കും. ഇത് വന്നിട്ട് ഡ്യുവൽ ഇൻഡിക്കേറ്ററിൻ്റെ ഐക്കൺ ബട്ടണാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു വാഹനത്തിന് ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്നൊരു ബട്ടൺ. ഇവിടെയായിട്ട് നമുക്കൊരു USB ചാർജിങ് പോർട്ട് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു സാധാരണ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്നതിലുപരി ഒരു ഹൈടെക് ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓട്ടോറിക്ഷയുടെ ഹാൻഡ് ബ്രേക്ക് കൂടി ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ സീറ്റ് വന്നിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് ഒന്ന് മേലിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റിനെ മുന്നിലോട്ടും പിന്നിലോട്ടും ആക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ കാറിനൊക്കെ കാണുന്ന അതേ രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഹാൻഡിൽ ബാർ എല്ലാം തന്നെ ഒരു ക്രൂസർ ബൈക്കിൽ ഇരുന്ന് പോകുന്ന രീതിയിലാണ് ഹാൻഡിൽ ബാറൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഓട്ടോറിക്ഷയിൽ താഴ്ന്ന രീതിയിൽ ഈ ഒരു സ്ഥലത്തായിട്ടായിരിക്കും ഹാൻഡിലൊക്കെ വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കുറെ കൂടെ ഉയർന്ന ഹാൻഡിലാണ്. ഫുൾ റൂഫും ഫൈബറും കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ്സിന് ബാക്കിലായിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലൊരു റൂഫ് ലാമ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സീറ്റിലോട്ട് കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഡോറുണ്ട്. ഡോർ ആക്ച്വലി നമുക്കൊരു മാനുവൽ ഡോറാണ് വരുന്നത്. ഇത് ഇത്തരത്തിലാണ് ഇതിൻ്റെ ലോക്കും പരിപാടികളും എല്ലാം തന്നെ. നോർമൽ ഒരു എന്താ പറയുക, ഇതൊരു ലോക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ ഡോറിനൊക്കെ വയ്ക്കുന്ന പോലെ തന്നെ. ദെൻ അകത്ത് കയറുന്ന സമയത്തും നമുക്ക് സാധാരണ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന ഒരു സീറ്റിംഗ് ഉണ്ട്. അതിന് കാരണമുണ്ട്, നമുക്കിതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടാണ് ബാറ്ററിയും അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ മോട്ടറും എല്ലാം തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓട്ടോറിക്ഷയാണെങ്കിലും സീറ്റ് ബെൽറ്റ്സ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ കാറിനൊക്കെ വരുന്ന രീതിയിലുള്ള സീറ്റ് ബെൽറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിനും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. സാധാരണ ഓട്ടോറിക്ഷയിൽ ഹെഡ് റെസ്റ്റ് ഇത്തരത്തിലൊരു കംഫർട്ടബിൾ സീറ്റിംഗ് എന്തായാലും ഇല്ല. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ വരുന്നുണ്ട്, ഇവിടെയും ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. അതിൽ തന്നെ വേണമെങ്കിൽ ചെറിയൊരു നോബ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനം തൂക്കിയിട്ടുണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ബാക്ക് സീറ്റ് കൊള്ളാം. പിന്നെ സേഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് സേഫ് ആക്കുന്നതിന് വേണ്ടി ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് നമുക്കിനി ലോക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ ഓട്ടോയിൽ കാണുന്ന പോലെയല്ല, ഹാർഡ് ബോഡിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫൈബറാണ് മെറ്റീരിയൽ വന്നിട്ട്. അതുപോലെ തന്നെ ടൈൽ ലാംപ്സ് എല്ലാം തന്നെ സാധാരണ ഓട്ടോറിക്ഷയിൽ കാണുന്ന പോലെ തന്നെയാണ്. പിന്നെ നോർമൽ ഓട്ടോറിക്ഷയുടെ എൻജിൻ നമുക്ക് കാണുന്നതിന് വേണ്ടി തുറക്കുന്ന ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ബാക്കിൽ ഇതിൻ്റെ മോട്ടറും കമ്പോണൻറ്റും എല്ലാം ഇതുവഴിയായിരിക്കും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത്യാവശ്യം നല്ലൊരു ക്രാഷ് ഗാർഡൊക്കെ ഉണ്ട് കേട്ടോ. അത് ഫുൾ മെറ്റലാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റലിലുള്ള ക്രാഷ് ഗാർഡാണ്. അത് ഈ വണ്ടിയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് മോട്ടറും അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി യൂണിറ്റും എല്ലാം തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കീറ്റോയുടെ തന്നെ പാസഞ്ചർ വെഹിക്കിളല്ല, നമ്മുടെ ഗുഡ്സ് എല്ലാം തന്നെ കൊണ്ടുപോകുന്നതിനുള്ള ബൾക്കി പ്ലസ് എന്ന് പറയുന്ന പേരാണ്. ടയർ പ്രൊഫൈൽ എല്ലാം തന്നെ നേരത്തെ കണ്ട വെഹിക്കിളിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതിനും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡിസൈനും സെയിം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ ബാക്കിലായിട്ട് നമുക്കൊരു ക്യാബിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ്. ഇവിടെ ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതും ഓക്കെ.
മെറ്റൽ പ്ലസ് ഫൈബർ എന്നുള്ള രീതിയിലാണ് അത്യാവശ്യം ഗുഡ്സ് എല്ലാം തന്നെ കൊണ്ടുപോകുന്നതിനാണ് ഈ ഒരു സംഭവം. അതുപോലെ തന്നെ ഇതാണ് ഈ വെഹിക്കിളിൻ്റെ ചാർജറും സെറ്റപ്പും ഒക്കെ അടിപൊളി. ഇതാണ് ഇതിൻ്റെ ചാർജർ വന്നിട്ട് കേട്ടോ. ഇതാണ് കീറ്റോ എന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ ചാർജിങ് യൂണിറ്റ് വന്നിട്ട്. അത് ഓട്ടോറിക്ഷയിലേക്ക് പ്ലേസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന കപ്ലറും മറ്റുമൊക്കെ. എന്തായാലും കൊള്ളാം, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാരേജ് വെഹിക്കിളാണ്. അത് നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ലോക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു ലോക്ക് ബട്ടൺ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ ഒരു അഡീഷൻ കൂടിയുണ്ട്, നമ്മുടെ ഓട്ടോറിക്ഷയിൽ കണ്ടില്ല, പക്ഷേ ഈ ഒരു വണ്ടിയിൽ കണ്ടു. എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ആയിട്ട് ചെറിയൊരു ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. യെസ്, ബാക്ക് ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഈ ഒരു ഷോറൂമിൽ ഇറങ്ങുക, ഈ ഒരു പ്രോഡക്റ്റ് കാണുക, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് ദിസ് ഈസ് ആനന്ദ് സൈനിങ് ഓഫ്. താങ്ക് യു.